നമ്മളിപ്പോൾ കൽപ്പറ്റ കോട്ടത്തറ റോഡിലാട്ടോ ഉള്ളത്. അതായത് കൽപ്പറ്റയിൽ നിന്ന് പെണങ്ങോട് വന്നു, പെണങ്ങോട് നിന്ന് കോട്ടത്തറ റോഡ്. ഇത് ബസ് റൂട്ടാട്ടോ. ബസ് റൂട്ട് മാത്രമല്ല, സ്കൂളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അടുത്ത് എല്ലാ സൗകര്യമുള്ള ഏരിയ ആണ്. നമ്മൾ ഈ റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ ചെറിയൊരു ടാറിംഗ് റോഡ് പോവാണ്ട് ആ റോഡിലാണ് നമ്മൾ ലാൻഡ്. നമ്മളിപ്പോൾ ടാറിംഗ് റോഡ് കയറിയിട്ടുണ്ട്. ഇതൊരു 300 മീറ്റർ കേട്ടോ. അതായത് ബസ് റൂട്ടിൽ നിന്ന് 300 മീറ്റർ ആണ് നമ്മൾ ഈ ലാൻഡിലോട്ടുള്ളത്. നമ്മളിപ്പോൾ ലാൻഡ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്ന വഴികൾ. നമ്മൾ ലാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് 8 മീറ്റർ വീതിയിലുള്ള റോഡാട്ടോ. ഇതൊക്കെ ടാർ ചെയ്യും ഭാവിയിൽ 8 മീറ്ററോളം വീതിയുണ്ട്. അതായത് 2 ബസ്സിന് അപ്പുറത്തും ഇപ്പുറത്തും ഈസി ആയിട്ട് പോകും. അത്രയും വീതിയിലാണ് റോഡ് ചെയ്തേക്കുന്നത്. ലാൻഡ് ഫുള്ളായിട്ട് റോഡ് വെട്ടി വെച്ചിട്ടുണ്ട്. ഏതെടുത്താലും നമുക്ക് റോഡ് ഫ്രണ്ടേജോടുകൂടിയാണ് നമുക്ക് ലാൻഡ് കിട്ടുക. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ലാൻഡിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽ അവിടെ നിന്ന് പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണും, എന്നാൽ മാത്രമേ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ലാൻഡിലെത്തി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഏതാണ്ട് ഒരു 70-80%, 80 പോരാ 90% നിരപ്പാണ്. ഒരു 10% ചെറിയൊരു ചെരുവ്. അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ്. പിന്നെ ഇതുള്ളത് കൽപ്പറ്റ, അതായത് നമ്മൾ വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്ന് ഒരു 5-10-12 കിലോമീറ്റർ ഉണ്ട്. അതായത് 5 കിലോമീറ്റർ പെണങ്ങോടേക്ക്, അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ നമ്മളെ ഈ വരുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ടോട്ടൽ ഒരു 3 കിലോമീറ്ററും കൂടെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലാൻഡിലെത്താം. വരുന്ന വഴിക്ക് ഒരു 300 മീറ്ററോളം ആ വീതി കുറഞ്ഞ റോഡാണ്. നമ്മൾ കയറി വന്ന റോഡ് 8 മീറ്റർ വീതി ഉണ്ട് കേട്ടോ. അതായത് 2 ബസ്സിന് പോവാം, അത്രയും വീതിയിൽ റോഡ് വെട്ടിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഭാഗം തൊട്ട് ഫുള്ളായിട്ട് റോഡാണ്. എല്ലാ ഏരിയയിലേക്കും റോഡ് വെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ഏക്കർ വെച്ച് ഇത് മുറിച്ച് കൊടുക്കും. 1 ഏക്കർ വെച്ച് മുറിച്ച് കൊടുക്കുന്ന റേറ്റ് പറയുകയാണെങ്കിൽ സെൻറ്റിന് 70,000 രൂപ ആവറേജ് വില കേട്ടോ. അതായത് ചില ഏരിയയിൽ ചിലപ്പോൾ 70 കുറഞ്ഞ് കിട്ടും, ചെറിയ ഏരിയയിൽ 70 കൂടുതലും ആയിരിക്കും. അത് വ്യൂവും അതിൻ്റെ ഒരു ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. 1-2 പ്ലോട്ട് പോയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ തൊട്ടടുത്ത് നമുക്ക് കമ്പളക്കാട് ടൗൺ അടുത്താണ്. പടിഞ്ഞാറത്തറയ്ക്ക് ഇവിടുന്ന് അടുത്താണ്. കുറുമ്പാലക്കോട്ട ഭയങ്കര വ്യൂ ആട്ടോ. നമ്മൾ ഈ ലാൻഡിൽ നിന്ന് കുറുമ്പാലക്കോട്ട അടുത്താണ്. കൽപ്പറ്റ വളരെ അടുത്താണ്. കൽപ്പറ്റയ്ക്ക് ഷോർട്ട് വഴി ഒരു 8 കിലോമീറ്റർ പോയാൽ മതി. ഇങ്ങനെയൊക്കെയുള്ളൊരു ലാൻഡാണ്. ഇതിലൊരു വീടും ഉണ്ട് കേട്ടോ. ഒരു വാർക്ക വീടും കിടക്കുന്നുണ്ട്. അതടക്കം വേണമെങ്കിൽ 1 ഏക്കർ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ഏക്കർ വെച്ചിട്ടാണ് മുറിച്ച് കൊടുക്കുന്നത്. നല്ല ലാൻഡാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലാൻഡാണ്. നമുക്ക് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടിയും നടക്കും. നിരന്ന ഭൂമിയാണ്, ഒരു വിഷയമില്ലാത്ത ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വണ്ടി കിടക്കുന്നത് നമ്മൾ വന്ന വഴി. ഈ റോഡ് ഇങ്ങനെ പോകുന്നു, നല്ല വീതിയുള്ള റോഡാട്ടോ. ഇത് ഭാവിയിൽ ഈ പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് തീരുമ്പോൾ ടാർ ചെയ്യും. എല്ലാവരുടെ സൗകര്യത്തിന്. ലെവൽ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഈ ലെവലാണ്. അവിടെ ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നതാണ്. ഇതൊക്കെ നമ്മളെ ലാൻഡാണ്. ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആട്ടോ. ഫ്രണ്ടിൽ താഴെ വയലാണ്. കുറുമ്പാലക്കോട്ട നിങ്ങൾ കാണുന്നുണ്ടാവും. ഫുൾ വ്യൂ ആണ്. അത് നമ്മൾ ഈ ലാൻഡിൽ എവിടുന്നും ഈ കുറുമ്പാലക്കോട്ട വ്യൂ ഉണ്ട് കേട്ടോ. ഏത് സൈഡ് എടുത്താലും കുറുമ്പാലക്കോട്ട വ്യൂ ഉണ്ട്. ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത്. സ്ലോപ്പൊന്നുമില്ലാത്ത നിരന്ന ലാൻഡാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് ഇത് ഈ താഴെ വയലിൻ്റെ അവിടം വരെ ഈ ലാൻഡ് ഉണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ അപ്പടം വരെ ഞാനിപ്പോൾ കാണിക്കുന്ന ഭാഗം വരെ റോഡ് വരുന്നുണ്ട്. അതായത് ഈ റോഡ് ഇങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അങ്ങേ അറ്റത്ത് കൂടെ കറങ്ങി വരുന്നുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ വണ്ടി ഇട്ടതിൻ്റെ ഈ റോഡ് കാണുന്നുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ വീട് കേട്ടോ. അതിലുള്ള ഈ റോഡ് ഇങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി വന്ന് ഈ താഴെ നമ്മളെ ഈ വയലിൻ്റെ ഈ ഭാഗത്ത് വരെ റോഡ് എത്തുന്നുണ്ട്. താഴെ വരെ റോഡ് എത്തുന്നു. ആ ഒരു പോർഷൻ ചെറിയൊരു ചെരുവുണ്ട് കേട്ടോ. ബാക്കി ഞാനൊന്ന് നടന്ന് കാണിച്ചു തരാം. നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് കാണുക. എല്ലാ പോർഷനും കാണിക്കുന്നുണ്ട്. അപ്പുറത്ത് ചെമ്പ്രേൻ്റെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ആ സൈഡ് ചെമ്പ്രമലേൻ്റെ ഒരു വ്യൂ ഉണ്ട്. ആ സൈഡ് നല്ല വ്യൂ ആണ്. റബ്ബറിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ചെമ്പ്രേൻ്റെ വ്യൂ കേട്ടോ. ഒരു 1 ഏക്കർ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇനി ഒന്നും ചെയ്തില്ലേ ഭാവിയിൽ നമുക്ക് നല്ല വിലയ്ക്ക് വിൽക്കാം. നല്ല ക്ലൈമറ്റുള്ള നല്ല ഏരിയ ആണത്. ഇത് നല്ലൊരു പീസ് കേട്ടോ. നമ്മൾ നിന്നത് ഇവിടെയാണ്. ഇതിങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 2 ഏക്കറോളം വരുന്നുണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ
ചെമ്പ്രേൻ്റെ വ്യൂ ഉള്ള ഏരിയ ഇതാണ്. ആ മരത്തിൻ്റെ ഗ്യാപ്പിൽ നമ്മളെ സ്ഥലം അവിടം വരെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അത്രയും നടക്കണ്ട വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ചെമ്പ്ര നല്ല തെളിഞ്ഞ് കാണാം. അതായത് ഈ റബ്ബർ ഇതിൽ വരുന്നില്ല, റബ്ബറിൻ്റെ ഇങ്ങോട്ടാട്ടോ ലാൻഡ് വരുന്നത്. നല്ല നിരപ്പുള്ളൊരു പോർഷനാണ്. ഈ സൈഡിൽ കൂടെ റോഡ് താഴോട്ട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച വ്യൂ തന്നെ. ഞാൻ കുറച്ച് ഇനി ഈ ഒരു ഭാഗം ഇതേ ലെവലിൽ ഗ്രൗണ്ടായിട്ട് കിടക്കുകയാണ്. ഇനി എന്ത് ചെയ്യുക, കുറച്ച് ആ ഭാഗത്തോട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു ഐഡിയ കിട്ടും. 13 ഏക്കർ ഉള്ളതുകൊണ്ട് കുറച്ച് വണ്ടിയിലിരുന്ന് തന്നെ കാണിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആവശ്യമുള്ള സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ട് കാണിച്ചു തരാം. ഒന്ന് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ എടുത്തുതരാമെന്ന് വിചാരിച്ചു. ഇതാ ഈ ഒരു പോർഷനും നല്ല വയലിൻ്റെ വ്യൂ ആട്ടോ. ഈ സൈഡ് ഏതാണ്ട് ഒരു 1-1.5 ഏക്കറോളം ലാൻഡ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതാ ഈ സൈഡ് ഇതിങ്ങനെ താഴെ വരെ പോവാണ്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി കാണിക്കാൻ കാരണം ഇതിൻ്റെ സ്ലോപ്പും ലെവലും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ലെവലാണ് ലാൻഡ്, ചെറിയതായിട്ട് ചെരിഞ്ഞ് താഴെ വരെ പോകുന്നു. റോഡ് അങ്ങനെ പോകുന്നുണ്ട്. റോഡ് ഇതാ റൈറ്റിലോട്ട് തിരിയുന്നുണ്ട്, ആ ഭാഗത്തും ലാൻഡ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടും തിരിയുന്നുണ്ട്, റൈറ്റിലോട്ടും തിരിയുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ ലാൻഡ് ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് കാപ്പിയുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ നമ്മൾ വന്ന വഴി ഇങ്ങനെ കേട്ടോ. ഞാൻ അവിടെ നിന്ന് കാണിച്ച ഈ ലെഫ്റ്റും റൈറ്റും തിരിയുന്നെടുത്ത് വന്നു കേട്ടോ. ലെഫ്റ്റ് കാര്യമായിട്ടില്ല കേട്ടോ, അവിടെ റോഡ് തീരാണ്. ഇതെവിടെ റോഡ് തീരാണ്, ലെഫ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് ലാൻഡ് ഇല്ല, ഒരു കുറച്ചൊരു പൊടിയും കൂടെ ലാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ തീരാണ്. റൈറ്റ് റോഡ് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ലെവലാട്ടോ, മനസ്സിലാവുന്നുണ്ടാവും. ഈ സൈഡ് നമുക്ക് റൈറ്റ് ഇല്ല കേട്ടോ ലാൻഡ്. ഇപ്പം നമ്മൾ പോകുന്ന റോഡ് അതിരാണ് ഇതിൻ്റെ. റൈറ്റ് സൈഡ് ഇല്ല, ലെഫ്റ്റ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതേമാതിരി റോഡ് തീരാണ്. ഇതിൻ്റെ ഈക്വലായിട്ട് വരും നമ്മൾ അപ്പുറത്തെ സൈഡ് കണ്ട അങ്ങനെ കറങ്ങി വരുന്ന റോഡ്. അത് ജോയിൻ ചെയ്തിട്ടില്ല, സ്ഥലം വിറ്റ് പോകുന്നതിനനുസരിച്ച് ജോയിൻ ചെയ്യും. ഇവിടെ കുറച്ചുകൂടി താഴോട്ട് ലാൻഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഭൂമിൻ്റെ ഒരു കിടപ്പൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിലവിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തെത്തി. ഇനി ഒരു പോർഷൻ കാണാനുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗമാണ്. ലെഫ്റ്റ് പോയാൽ നമ്മൾ വന്ന റോഡ് കേട്ടോ. ഈ ലെഫ്റ്റ് നമ്മൾ കുറച്ചുകൂടെ താഴെ വരെ ഉണ്ട് കേട്ടോ. ആ പോസ്റ്റൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ആ പോസ്റ്റിൻ്റെ അവിടം വരെ ഉണ്ട്. പിന്നെ നമ്മൾ വന്ന വഴിയാണ്. ഈ സൈഡിൽ കാര്യമായിട്ട് ആ ഭാഗത്തുള്ള അത്ര ലാൻഡ് ഈ സൈഡിൽ ഇല്ല കേട്ടോ, കുറച്ച് കുറവാണ്. കുറച്ച് ചെരിവുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. വീട് നിങ്ങൾ കാണുന്നുണ്ടാകും. വീട് സാധാരണ ഒരു 2 ബെഡ്റൂം 1 നിലയുള്ള വീടാണ്. ഇതാണ് വീട് വരുന്നത് കേട്ടോ. അതായത് മോശമില്ലാത്ത വീടാട്ടോ, അത് വലിയ പഴക്കമൊന്നുമില്ലാത്തൊരു വീടാണ്. ഒരു 2 ബെഡ്റൂം വീടാണ്. ഈ ഒരു വർഷം വേണമെങ്കിൽ ഈ വീടും ഈ 1 ഏക്കറയും നമുക്ക് സംസാരിക്കാം. പിന്നുള്ളത് ഈ റോഡ് ഇങ്ങനെ താഴോട്ട് പോകുന്നു. ഈ ഒരു ചെറിയ സ്ലോപ്പ് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ലാൻഡിങ് കണ്ടാൽ മനസ്സിലാവും, ചെറിയ സ്ലോപ്പ്. അത് ഞാൻ ജസ്റ്റ് താഴെ എടുത്തു തരാം. നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഈ സ്ലോപ്പിലേക്കാണ്. ഇത് റോഡ് വെട്ടി മണ്ണ് കൂടി കിടക്കുന്നതുകൊണ്ടുള്ളൊരു കുറച്ചുകൂടെ കൂടുതൽ സ്ലോപ്പ് തോന്നുന്നുണ്ട്. പക്ഷെ അത്ര സ്ലോപ്പില്ല കേട്ടോ. അത് നിങ്ങൾക്ക് നമ്മൾ റൈറ്റിലോട്ട് തിരിയുമ്പോൾ മനസ്സിലാവും. ഈ
പറഞ്ഞ മാതിരി ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിവിടെ റോഡ് തീരെ കേട്ടോ, അങ്ങോട്ട് ജോയിൻ ആക്കിയില്ല റോഡ്. അപ്പം നമുക്ക് ചെറിയൊരു ചെരിവുള്ളതുകൊണ്ട് നമുക്ക് ഈ ഭാഗം നന്നായിട്ട് വില ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ചെറിയൊരു ചെരുവാട്ടോ, ഒന്ന് പുറത്തിറങ്ങിയിട്ട് എടുത്തുതരാം. ഈ ഒരു ചെരുവാണുള്ളത്. താഴെ വയലാണ്. ഇവിടെയുള്ള ഗുണം എന്താ വെച്ചാൽ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, ചുറ്റും വയലാണ്. പിന്നെ പറഞ്ഞ മാതിരി യാത്രാ സൗകര്യം നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ആകെ 300 മീറ്ററേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്, വെറും 300 മീറ്റർ ബസ് വരുന്ന വഴിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഇത് തീരെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലാൻഡ് കിടക്കുന്നത്. ഏതാണ്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.